ഐയുടെ ലോകത്തിലേക്ക് പോവുകയാണ്. AI പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്കോ ഒരു വ്യക്തിക്കോ ഇനി ഉള്ള കാലം നിലനിൽക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെയാണ് എഫിഷ്യൻസി ഉള്ളവരും എഫിഷ്യൻസി ഇല്ലാത്തവരും. കാര്യം AI ഒപ്പം പോകുന്നവർക്ക് എഫിഷ്യൻ്റ് ആയേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ രണ്ട് രീതിയിൽ ആൾക്കാരുണ്ടാകുന്നതിനിടയിലും AIക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ വ്യക്തി വികസനം, നമ്മുടെ വ്യക്തി സ്വഭാവങ്ങൾ. നമ്മുടെ ക്യാരക്ടറിനെ ഒരു AIക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സ്വയം മാറ്റേണ്ട കാര്യങ്ങളാണ്. ഒരു 100-ലധികം ക്യാരക്ടർ ഡെഫിഷ്യൻസി ഉണ്ട് ഒരു വ്യക്തിക്ക്. ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസി മാറ്റേണ്ടതൊന്നും നമ്മൾ സിലബസിനതില്ല. അപ്പോൾ ഇത് സിലബസിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, പഠിക്കുക മാത്രമല്ല, ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു ദുശീലം സുശീലമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. നമ്മുടെ എന്ത് കാര്യവും ശീലമാകണമെങ്കിൽ 1 മാസം നമ്മളെടുക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലെ ഓരോ ഡെഫിഷ്യൻസിയും എടുത്ത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, കാര്യം നിങ്ങളുടെ എല്ലാം യാത്രയുടെ അവസാനം എന്താണ്? ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ ചെന്ന് പെടണം. നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമയമാണ്. ആ സമയത്തിന് നിങ്ങൾ എത്ര യൂസ്ഫുള്ളായിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇന്ന് ചോദിക്കും, ഞാൻ എന്തിനാണ് ഇത്രയും തിരക്കിനിടയിൽ ഈ സ്കൂളിലേക്ക് വരാൻ ശ്രമിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. കാര്യം എൻ്റെ അച്ഛൻ്റെ കുടുംബവും എല്ലാം ഈ പത്തനംതിട്ട ജില്ലയിലാണ്. അച്ഛൻ്റെ വീട് വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്, പുല്ലാൽ. പക്ഷേ ഇന്ന് ഇതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് പഴയ കുറേ മെമ്മറീസ്, പല പഴയ കുറേ ബന്ധുക്കളുടെയൊക്കെ മുഖങ്ങൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ഒരു പഴമയിലേക്കുള്ള യാത്ര, നല്ല മഴയത്ത് നല്ല പച്ചപ്പ് പിടിച്ച ഈ സ്ഥലത്തുകൂടി വരിക. ഗൾഫിലെ ഇപ്പം നല്ല കൊടും ചൂടാണ്, അതിനിടയ്ക്ക് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു യാത്ര നമുക്ക് കിട്ടുകയാണ്. പിന്നീട് നിങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ സംവേദിക്കുന്നുണ്ട്. ഇത് സംസാരിച്ച് കഴിയുമ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ ഒരു കണ്ടൻ്റ് ആവുകയാണ്. ഈ കണ്ടൻറ്റ് ഇനി എത്രയോ കുട്ടികളിലേക്ക് ചെല്ലുകയാണ്. കാര്യം നാളെ ഞാനില്ലെങ്കിലും എൻ്റെ ഈ കണ്ടൻറ്റ് ഈ ലോകത്തുണ്ടാവും. അപ്പം നമ്മൾ എല്ലാവരും കരുതേണ്ട ഇതാണ്, നാളെ നമ്മളില്ലെങ്കിലും നമ്മളിവിടെ വെച്ച് പോകുന്ന നമ്മുടെ ഒരു കയ്യൊപ്പുണ്ട്. അതെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കണമെങ്കിൽ ഈ സമയത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ ഉള്ള സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. ഞാനന്ന് പഠിക്കുന്ന ക്ലാസ്സിൽ ഇതുപോലെ മൈക്കെടുത്ത് സംസാരിക്കാനോ ഇതുപോലെ ഇൻറ്ററാക്റ്റീവ് പാനൽ യൂസ് ചെയ്യുവാനോ ഇത്തരം ക്യാമറകൾ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് തലത്തിൽ പോയി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരിയുണ്ട്, അത് കത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കത്തിക്കുവാൻ വേറെ ആരും പറ്റത്തില്ല. അത് നിങ്ങൾ സ്വയം കത്തിച്ചെടുക്കണം. ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ സംസാരിക്കാൻ അല്ലെ വായിച്ചു തുടങ്ങുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. കാര്യം ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ച്. ഞങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ ആകെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത് വാട്ട് ഈസ് യുവർ നെയിം, ഹൂ ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ, ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റിയങ്ങനെ ഓർഡർ മാറ്റി ചോദിച്ച പ്രശ്നമാണ്, നമ്മുടെ ഉത്തരം വേറെ ആയിരിക്കും. അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ കാലഘട്ടം കഴിയുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ അച്ഛൻ മനഃപൂർവ്വം ചെയ്തതാണോ ഇല്ലയോ എന്നറിയില്ല. 5ാം ക്ലാസ് തൊട്ട് എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ജോബ് തരും. ഈ ജോബ് ചെയ്തിട്ട് വരുമ്പോൾ അന്ന് 10 പൈസ മതി സ്കൂളിൽ ഈ ബ്രേക്കിന് പോയിട്ട് നെല്ലിക്ക വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അത് ഈ അരമണിക്കൂർ എന്നുള്ളത് പിന്നീട് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. ഞാൻ പിന്നീട് ആ ശീലം അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത്തരം ഈ വലിയ ലക്ഷറി അതൊന്നുമല്ല. നിങ്ങൾക്ക് ഏത് ലോകത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ എന്ന് നിങ്ങൾ സമയത്തിനെ ആരാധിച്ചു തുടങ്ങും. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ കുട്ടികൾക്കും പോക്കറ്റ് മണി ഉണ്ട്. പക്ഷേ ആ പോക്കറ്റ് മണി വെറുതെ കിട്ടില്ല. അവരെല്ലാവരും ഒരു മാസം 20 മണിക്കൂർ വർക്ക് ചെയ്യണം. 20 മണിക്കൂർ വർക്ക് ചെയ്താൽ അവർക്ക് പോക്കറ്റ് മണി കിട്ടും. ഇത് നിങ്ങൾക്കും ചെയ്തുകൂടെ? ഇതൊരു ശീലമാണ്, മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് നിങ്ങൾ സമയത്തിനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ ശരിയായ ജീവിതം പഠിച്ചു തുടങ്ങുന്നത്.